നിങ്ങളെപ്പറ്റി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞത് ഒന്ന് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാജ മിനിസ്റ്റർ വയനാട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി കണ്ടപ്പോൾ, ചേട്ടാ ആ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാരെ സമ്മതിക്കണം. അവിടെ ബോഡി മറവ് ചെയ്യാൻ പോയപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 2:30-3 മണി വരെ അവസാനത്തെ മയ്യത്ത് വരെ മറവ് ചെയ്യുമ്പോൾ വൈറ്റ് ഗാർഡ് മാത്രമുള്ളായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ റവന്യൂ മിനിസ്റ്റർ രാജ മിനിസ്റ്റർ പറഞ്ഞത്. അതുപോലെ തന്നെ മന്ത്രി റിയാസ് ഈ മയ്യത്ത് മറവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ ഞാനൊരു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അങ്ങനെ ഹാരിസൻ്റെ ആ സ്ഥലത്ത് മയ്യത്ത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വൈറ്റ് ഗാർഡ് എല്ലാം നടത്തണം, അത് നിങ്ങൾ നേതൃപരമായ പങ്ക് വഹിക്കണം, അവരെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഫിറോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മളെ നരിപ്പറ്റേൻ്റെ ഇവിടെ ഭക്ഷണ വിതരണം നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ അത് പോട്ടെ, കാരണം ഇനിയിപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞത് നമ്മൾ കേൾക്കുക, ദുരന്ത ഭൂമിയിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ പിറ്റേന്ന് റിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞതല്ല കേട്ടോ പറഞ്ഞു. ഏതായാലും സംഗതി മോശമായി പോയി പറഞ്ഞു ഞാൻ. ഇപ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം നമ്മൾ മാത്രമല്ല, ലോകം മറ്റു പാർട്ടിക്കാർ എന്തിനേറെ പറയുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് നിങ്ങളുടെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പ്രശംസനീയമായത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാഴ്ച സാഹിബും അതുപോലെ തന്നെ ABC തങ്ങളും TV ഇബ്രാഹിം സാഹിബും സലാം സാഹിബും ഞാനൊക്കെ ഫസ്റ്റ് ഡേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 3 മണിക്കാണ് മിലിറ്ററി എത്തുന്നത്. അതിന് മുമ്പ് 2 മണിക്ക് അവിടെ ആദ്യം എത്തിയത് വൈറ്റ് ഗാർഡാണെന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ സിദ്ദീഖ് MLA അടക്കമുള്ളവർ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനമാണ്. അതുകൊണ്ട് നിങ്ങളിത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രയാസങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഒന്നും ഒരു പ്രതിഫലം പറ്റാതെയാണ് ഇത്. ഞാൻ ഫിറോസിനോട് പറഞ്ഞു, ഫിറോസ് ഇതിൽ ഇടങ്ങാറായ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും, ഓർക്കൊക്കെ എന്തെങ്കിലും ആവും. അപ്പോൾ സാധിക്കുന്ന തങ്ങൾ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മട്ടം പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തേണ്ടിയാണ്. ഞാൻ ഫിറോസിനോടും പറഞ്ഞു, ജിഷാനോടും പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂലിപ്പണിക്ക് പോകാതെയാണ് നിങ്ങളൊക്കെ വരുന്നത്. പ്രവർത്തനം നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരികയെന്നല്ല, എന്നാലും അവനവൻ്റെ ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വാധീന ക്ഷേത്രങ്ങൾ ആ കാര്യങ്ങളൊക്കെ PKP മട്ടം പോലെ അടി ചെയ്താണ്ടിയാറുണ്ട്. അതുതന്നെയാണ് എനിക്ക് പറഞ്ഞത്. അപ്പം ചിലതൊക്കെ നിങ്ങൾ സ്വകാര്യമായിട്ട് തുറന്ന് പറഞ്ഞാൽ ഇടങ്ങാറാകണ്ട, ഈ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടങ്ങാറായിക്കണ്ടേ, അങ്ങോട്ട് ആരും ഇല്ലാത്ത മാതിരിയാണ് നിൽക്കണ്ട. നിങ്ങളൊക്കെ സഹായിക്കാൻ താങ്ങാൻ ഈ പാർട്ടി സാധിക്കുന്ന ശിഹാബ്ദങ്ങളടക്കം അദ്ദേഹം ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും. അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പഠിക്കണ്ട, ഇല്ല സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. കാടിക്കഞ്ഞാലും മൂടി കുടിച്ചണം എന്നാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാതൊന്ന് ഇടങ്ങാറാണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ പ്രവർത്തനത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു. ഈ മഹാസംഗമത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബുവിനെ സാദരം ക്ഷണിക്കുന്നു.